യെസ്, എന്തായാലും ശരണ്യ സ്നേഹജൻ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും നിർണായകമാകുന്ന ചില തെളിവുകൾ, വിവരങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയിലൂടെ കോടതിയിലേക്ക് എത്തേണ്ട ഏറ്റവും നിർണായകമാകുന്ന DNA പരിശോധനാ ഫലം അത് നിരാശപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സൈക്കോ കില്ലർ എന്ന സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ നേരത്തെ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതിൽ ഏറ്റവും നിർണായകമാകേണ്ടിയിരുന്നത് ഈ DNA പരിശോധനാ ഫലം ആയിരുന്നു. ആ പരിശോധനാ ഫലം ആണ് ഇപ്പോൾ നെഗറ്റീവ് ആകുന്നത് എന്ന് പറയുമ്പോൾ, ശരണ്യ, ഇതിലിപ്പോൾ ഈ ജൈനമ്മയുടേത് എന്തായാലും പോസിറ്റീവാണ്. ജൈനമ്മയുടെ മൃതദേഹത്തെ അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടത്തെ കൃത്യമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നു എന്നതാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ കേസിൽ സെബാസ്റ്റ്യൻ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അത് ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആയിരിക്കും. ജൈനമ്മ മരണപ്പെട്ടു എന്നത് അന്വേഷണ സംഘത്തിന് ഇതിലൂടെ സ്ഥിരീകരിക്കാനും പറ്റുന്നു. മറ്റ് ദുരൂഹതകൾ അതേപടി നിലനിൽക്കുന്ന സാഹചര്യം, ഐഷയെയും ബിന്ദു പത്മനാഭനെയും ഒക്കെ കാണാതായി എന്ന് പറയുമ്പോൾ തന്നെ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഇവർ തന്നെയാണോ കൊല്ലപ്പെട്ടത് എന്ന സംശയം ബലപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയ തെളിവ് മുന്നിലേക്ക് നിരത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കാതെ പോകുന്നു. അവിടെയാണല്ലോ ഈ ജൈനമ്മ കേസിലെ DNA പരിശോധനാ ഫലം പോസിറ്റീവാണ് എന്നത് നിർണായകമാകാൻ പോകുന്നത്. ഒരുപക്ഷെ കോടതിയിലേക്കൊക്കെ എത്തുമ്പോൾ അതിൽ ശിക്ഷ വിധിക്കുമ്പോഴൊക്കെ ഒരേ ഒരു കൊലപാതകം ചെയ്തു എന്നത് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ശിക്ഷ ലഭിക്കാൻ പോകുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ വലിയ ശിക്ഷ അല്ലെങ്കിൽ പരമാവധി ശിക്ഷയിലേക്കൊക്കെ പോകാം. കാരണം ഇയാളൊരു സൈക്കോ കില്ലറാണ്, ഒരു ദയവുമില്ലാതെ നിരവധി സ്ത്രീകളെ കൊല ചെയ്തു എന്ന നിലയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെ ഈ ജൈനമ്മയുടേത് പോസിറ്റീവാണ് എന്നത് അന്വേഷണ സംഘത്തിന് ആ നിലയിൽ എത്രത്തോളം ആശ്വാസം നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും അത് വലിയ ഒരു കാര്യം തന്നെയാണ്. അതായത് കോട്ടയം ക്രൈംബ്രാഞ്ച് ഈ കേസിനകത്ത് സെബാസ്റ്റ്യനെ കൊടുക്കാനുള്ള എല്ലാ വഴിയും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാജൻ സേവ്യറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതൊരു വലിയ ടീം തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കോട്ടയം ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ ഒരു വിദഗ്ധമായ ടീം തന്നെയാണ്. അതിൽ ഏറ്റവും എഫേർട്ട് എടുത്തിട്ടുള്ളതും കോട്ടയം ക്രൈംബ്രാഞ്ചാണ്. അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം സെബാസ്റ്റ്യനെ വലയിലാക്കാൻ മിടുക്ക് കാണിച്ചത് അവരാണ് എന്നുള്ളത്. ഈ കേസിനകത്ത് ഇപ്പോൾ ഇവിടുത്തെ കേസുകളിൽ അയാൾ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ പോലും അയാൾക്ക് നിസ്സാരമായി പുറത്തേക്ക് വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു. പക്ഷേ ജൈനമ്മ കേസിൽ അയാൾക്ക് പൂട്ട് വീണിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. കാരണം ആ രക്തസാമ്പിളുകൾ ഒപ്പം തന്നെ ജൈനമ്മയുടെ DNA സാമ്പിൾസ് പരിശോധിച്ചതിൽ മാച്ച് ആയിട്ടുണ്ട്. അത്തരത്തിൽ അവിടെ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ജൈനമ്മയുടേതാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നിലവിലെ സെബാസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം കുറ്റപത്രം ജൈനമ്മ കേസിൽ കൊടുത്തിരുന്നു. സെബാസ്റ്റ്യൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. വിചാരണ ഒരുപക്ഷെ അയാളുടെ ട്രയൽ ആരംഭിക്കുന്ന സമയത്തും അയാൾ ജയിലിൽ തന്നെ തുടരാനാണ് സാധ്യത. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും ഈ മറ്റ് സ്ത്രീകളുടെ കുടുംബങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ്. ആ കേസിൽ സെബാസ്റ്റ്യൻ നിസ്സാരമായി പുറത്തു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോഴും ഈ ഭൂമുഖത്തൊന്ന് തുടച്ചു നീക്കപ്പെട്ട 4 or 5 സ്ത്രീകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെവിടെയെന്നുള്ള ചോദ്യം പ്രസക്തമായി ഉയർന്നു നിൽക്കുകയാണ്. അഭിലാഷ്, യെസ്, അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭാവി വഴിമുട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നു. ഒരു പക്ഷേ ശരണ്യ, ഇനിയിപ്പോൾ അന്വേഷണ സംഘം ഏറ്റവും കാര്യക്ഷമമായി തന്നെ പരിശോധനാ ഫലം ലഭിക്കാവുന്ന ഇടത്താണല്ലോ പരിശോധന നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെയൊരു ശാസ്ത്രീയമായ പരിശോധനയിലൂടെ ഇത് തെളിയിക്കപ്പെടുക എന്നത് സാധ്യമാകുന്ന ഒന്നാണോ? ഇനി കൂടുതൽ ഈ നേരത്തെ നമുക്കറിയാമല്ലോ എത്രയോ കഷ്ടപ്പെട്ടാണ് ഈ അവശിഷ്ടങ്ങളടക്കം ശേഖരിച്ചത്. അത് ശേഖരിച്ചപ്പോൾ പോലും ലഭിച്ച അവശിഷ്ടങ്ങൾ എന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റുന്ന തരത്തിലല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇനി അത്തരം കൂടുതൽ പരിശോധനകളിലേക്ക് അല്ലെങ്കിൽ ലഭിച്ച അവശിഷ്ടങ്ങളുടെ കൂടുതൽ പരിശോധനകൾ അതൊക്കെ വലിയ പ്രയാസകരമാകുന്ന സാഹചര്യമല്ലേ ഉള്ളത്? അതെ, ഈ കേസിനകത്ത് ഇപ്പോൾ ഐഷ കേസിനകത്താണ് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. കാരണം അതിനകത്ത് പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഐഷയുടെ ഈ സാക്ഷിമൊഴികൾ ഈ കേസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഐഷയുടെ ഒരു സുഹൃത്ത് അവർ നൽകിയിട്ടുള്ള ഒരു മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഐഷ ഈ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട്, അതായത് ഐഷ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തുന്നതിൻ്റെ 2 ദിവസം മുമ്പ്, അതായത് തിങ്കളാഴ്ച രജിസ്ട്രേഷൻ ആണെങ്കിൽ വെള്ളിയാഴ്ചയാണ് ഐഷയെ കാണാതാകുന്നത്, ശനിയാഴ്ചയാണ് ഐഷയെ കാണാതാകുന്നത് എന്നുള്ളതാണ്. അതിന് മുൻപത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച
സെബാസ്റ്റ്യനും ഐഷയും തമ്മിൽ ഐഷയുടെ വീട്ടിൽ വെച്ച് തർക്കമുണ്ടാവുകയും ഈ പണം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ഐഷയുടെ മുഖത്തടിക്കുകയും ചെയ്തു എന്ന ഒരു സാക്ഷിമൊഴി, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാക്ഷിമൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാക്ഷിമൊഴികളൊക്കെ വെച്ചിട്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റസമ്മത മൊഴി സെബാസ്റ്റ്യൻ ഉണ്ടെന്ന് പറയുമ്പോഴും സെബാസ്റ്റ്യൻ അത് എപ്പോൾ വേണമെങ്കിലും മലക്കം അറിയാം. കാരണം ഈ ചോദ്യം ചെയ്യലിനിടയിൽ പലപ്പോഴും സെബാസ്റ്റ്യൻ പറഞ്ഞ, അതായത് വീട്ടിൽ നിന്നും അന്വേഷണ സംഘം സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീടിനകത്തിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതായത് പുറത്ത് അസ്ഥികൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് തൻ്റെ വീടെന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന കോമ്പൗണ്ടാണ്, പലയിടത്തും വേലിയില്ല, മതിലില്ല, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊണ്ടിടാമെന്ന് അയാൾ കോൺഫിഡൻസോടെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ്. തുടക്കത്തിലെ കേസുകളിൽ, അതായത് ബിന്ദു പത്മനാഭൻ കേസുകളിൽ ഇയാൾ പുറത്തേക്ക് വരാൻ വേണ്ടി ഇയാൾക്ക് കൃത്യമായ നിയമവശങ്ങളും ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതൊരു എങ്ങനെ കൃത്യമായി ഇതിനെ തെളിവുകൾ അവശേഷിപ്പിക്കാതെ ഇല്ലാതാക്കാം എന്നതിനെ സംബന്ധിച്ചും ഒരു പരിശീലന രീതിയിൽ അയാൾ അതിനെ ആ രീതിയിൽ മറികടക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യനോടൊപ്പം അറിയാവുന്നവർ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാനാവുക. കാരണം അതിന് അയാൾക്ക് നിയമപരമായി എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ള ആ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന സമയത്ത് ആ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഓരോ കൊലപാതകങ്ങളിൽ നിന്നും കൂടുതൽ കോൺഫിഡൻസോടെ അടുത്തതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ പോലീസിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണ്, അയാൾ ഒരു കൃത്യമായ ഇടവേളകളിൽ കൊലപാതകം നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ബിന്ദു പത്മനാഭനും ഐഷയും കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ, അതായത് 2024 ഡിസംബറിലേക്ക് വരും വരെയും അയാൾ വെറുതെ ഇരുന്നിട്ടുണ്ടാകും എന്നുള്ളത് അന്വേഷണ സംഘം ഒരിക്കലും കരുതുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ മറ്റ് മിസ്സിംഗ് ആയ കേസുകൾ കൂടി അതിനകത്ത് പ്രധാനപ്പെട്ടതായി വരുന്നതുള്ളൂ. പക്ഷെ അവരിലേക്ക് കണക്ട് ചെയ്യാനുള്ള യാതൊന്നും കിട്ടിയിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘങ്ങൾ ആ മറ്റ് കേസുകളുടെ ഒക്കെ സമാന സാഹചര്യത്തിൽ മിസ്സിംഗ് ആയ സ്ത്രീകളുടെ ഒക്കെ അത് ഈ രണ്ട് കൂട്ടരും ഭർത്താക്കന്മാർ ഇല്ലാത്തവരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുമായി അകന്നു കഴിയുന്നവർ, സാമ്പത്തിക പ്രതിസന്ധിയുള്ള സ്ത്രീകൾ, കുടുംബ പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കേസിനും ഒരു സമാനമായ രീതി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മറ്റ് കേസുകളിലേക്കൊന്നും കണക്ട് ചെയ്ത് പോകാൻ പോലും അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല. എല്ലായിടത്തും സെബാസ്റ്റ്യൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത്. കാരണം കൂത്താട്ടുകുളത്ത് നമ്മൾ നേരിട്ട് പോയി അവിടെ ഉള്ള ആളുകളുമായി സംസാരിച്ചു. ബസ് സ്റ്റാൻഡിൽ പോയതാണ്, നമ്മൾ സെബാസ്റ്റ്യൻ്റെ ചിത്രം കാണിച്ചു. വർഷങ്ങളായി അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീ അടക്കം, ഈ കൂത്താട്ടുകുളത്തെ ഏലിയാമ്മയുടെ സുഹൃത്തായ സ്ത്രീ അടക്കം ഇയാളെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഇയാളിലേക്ക് കണക്ട് ചെയ്ത് പോകാൻ പോലീസിന് കഴിയാത്തത് തെളിവാണ് വേണ്ടത് എന്നുള്ളതാണ്. ആ എവിഡൻസ് കിട്ടുന്ന ഏറ്റവും നിർണായകമായ കാര്യം ആയിരുന്നു ഈ DNA സാമ്പിൾസ് എന്നുള്ളതാണ്. ഈ ബോൺസ് ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ ഹോപ്പ്. അത് അവർക്ക് നഷ്ടമായി. അതിൽ ആ വലിയൊരു തിരിച്ചടി അന്വേഷണ സംഘത്തിന് ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും നമ്മളിപ്പോൾ ഇതിന് ഇയാളൊരു സീരിയൽ കില്ലർ എന്നുള്ളൊരു പരിവേഷത്തിലേക്ക് ഇയാൾ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഏലിയാമ്മ, ഏറ്റുമാനൂർ സ്വദേശിയായ ഏലിയാമ്മയെ ഡിസംബർ കൊലപ്പെടുത്തിയ ശേഷം അയാൾ തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ അടുത്ത സ്ത്രീയിലേക്ക് അയാൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ കുത്തിയതോടെ സ്വദേശിയായ മറ്റൊരു സ്ത്രീ, അതായത് ആലപ്പുഴയിലെ ഒരു ആരാധനാലയം കേന്ദ്രീകരിച്ച് വന്ന അവിടെയായിരുന്നു ഇയാളുടെ ഫോക്കസ് ഏറ്റവും ഒടുവിൽ നിന്നിരുന്നത്. അവിടെ അവിടെ എത്തിയ ഒരു സ്ത്രീയെ ഇയാൾ പോത്ത് വിൽപ്പനക്കാരനാണ് എന്ന് പറഞ്ഞ് സമീപിച്ചു. അതൊരു കൃഷി ചെയ്യുന്ന സ്ത്രീ. അപ്പോൾ അതൊക്കെ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരം. ആ പോത്ത് വിൽപ്പന വളർത്തിയിരുന്ന ഒരു സ്ത്രീയെ പോത്ത് വിൽപ്പനക്കാരനാണെന്ന് പറഞ്ഞ് സമീപിച്ച് ഈ സ്ത്രീയുമായിട്ടുള്ള ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇയാൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്, ജൈനമ്മയെ കൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ അടുത്തതിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അതിൽ കൃത്യമായ ഇടവേളകളുണ്ട്. ആ ഇടവേളകൾ ഇയാൾ ഒരിക്കലും വെറുതെ ഇരിക്കില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് കഴിയുന്നത്. എന്തായാലും അഭിലാഷ്, ഇത് ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട കുറേ സ്ത്രീകൾ, പ്രത്യേകിച്ച് അന്വേഷിച്ച് കണ്ടെത്താനൊന്നും കഴിയാവുന്ന സാമ്പത്തിക സാഹചര്യമുള്ള സ്ത്രീകളല്ല ഇവരാരും കാണാതെ പോയിരിക്കുന്നവർ. അപ്പോൾ ഇവർ എത്ര പേർ ഇയാളുടെ ഇരയായിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആർക്കും ഉത്തരം നൽകാൻ കഴിയില്ല. ഇയാൾ ബിന്ദുവിൽ മാത്രമാണോ തുടങ്ങുന്നത്, അതോ ബിന്ദുവിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഇയാൾക്ക് ഇത്ര കോൺഫിഡൻസ് എങ്ങനെ വന്നു മറ്റ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇത്രയും
തിരിമറികൾ നടത്താൻ ആധാരം മാറ്റുന്നു, അയാളുടെ വില്ലേജ് ഓഫീസുകളിൽ ഒപ്പം തന്നെ രജിസ്ട്രേഷൻ ഓഫീസുകൾ തിരിമറി നടത്തുന്നു. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണോ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ഒരു ലാൻഡ് മാഫിയ ഉണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അന്വേഷണ സംഘം അതിലോട്ടൊന്നും പോകുന്നില്ല. അവർ നിൽക്കുന്നത് സെബാസ്റ്റ്യനിലാണ്. സെബാസ്റ്റ്യൻ ആണെങ്കിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവരുടെ മുന്നിൽ നിൽക്കുന്നു. ഇവരെ ഹിപ്നോട്ടിസ് ചെയ്ത് സെബാസ്റ്റ്യനിൽ നിന്ന് വിവരങ്ങൾ ശാസ്ത്രീയമായി ഡോക്ടറുടെ സഹായത്തോടെ അങ്ങനെ തേടാൻ ശ്രമിച്ചു. ആ തേടുന്ന ഘട്ടങ്ങളിലൊക്കെ ഇയാൾ ഹിപ്നോട്ടിസം നടത്തുമ്പോൾ പോലും അയാൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ അയാളുടെ വിരലുകൾ കൊണ്ട് കണ്ണടച്ചിരിക്കുമ്പോഴും വിരലുകൾ കൊണ്ട് തുടയിൽ പതുക്കെ തട്ടി അയാൾ ഉണർത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അയാൾ മാറിയാണ് പിന്നീട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആളാണ് ഇയാൾ എന്നുള്ളതാണ്. പ്രമേഹ രോഗിയാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇയാളെ പല രീതിയിൽ, അതായത് ഇയാളെ മറ്റു രീതിയിൽ പോലീസ് പുറയിലൊന്നും ചോദ്യം ചെയ്യാതെ തന്നെ ഇവരെ മാനസികമായി തളർത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടത്തി. ഇയാളുടെ കൈകൾ ഉയർത്തിപ്പിടിച്ച് ഇയാളെ വിവസ്ത്രനായി നിർത്തി ചോദ്യം ചെയ്യാനുള്ള ശ്രമം നടന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അയാൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ അയാൾ അതിനെയൊക്കെ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.